മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിൽ ഉറ്റവരെയും ഉടയവരെയും നഷ്ടപ്പെട്ട ദുരന്ത ബാധിതർ ഇന്ന് അതിജീവനത്തിന്റെ പാതയിലാണ്. കഴിഞ്ഞ മെയ് മാസത്തോടെയാണ് സർക്കാർ ടൗൺഷിപ്പിൽ ആദ്യഘട്ടത്തിൽ വീടുകൾ ലഭിച്ച കുടുംബങ്ങൾ താമസം ആരംഭിച്ചത്. മക്കളെ നഷ്ടപ്പെട്ടവർ, കുടുംബം ഒന്നാകെ നഷ്ടപ്പെട്ട് പകച്ചുപോയവർ, ഇപ്പോഴും പ്രതീക്ഷയുമായി ആരെയൊക്കെയോ കാത്തിരിക്കുന്നവർ, അങ്ങനെ പലരുമുണ്ട് അതിൽ. അന്ന് ദുരന്തത്തിൽ 3 മക്കളെ നഷ്ടപ്പെട്ട സയനയും അച്ഛനും അമ്മയും നഷ്ടപ്പെട്ട അവന്തികയും നൈസമോളും ഇപ്പോൾ ഈ ടൗൺഷിപ്പിലാണ് താമസം. നമുക്കൊരു റിപ്പോർട്ട് കാണാം. അച്ഛന്റെയും അമ്മയുടെയും ഏറ്റവും പ്രിയപ്പെട്ട മക്കൾക്ക് കൽപ്പറ്റ ടൗണിനോട് ചേർന്ന എൽസ്റ്റൺ എസ്റ്റേറ്റിലെ ടൗൺഷിപ്പിലെ വീടുകളിലാണ് അച്ഛനും അമ്മയും ഇപ്പോൾ താമസിക്കുന്നത്. നിങ്ങൾ 3 പേരും നിറഞ്ഞു നിൽക്കുന്ന ഈ വീടിന്റെ പേര് 3 ബ്രദേഴ്സ് എന്നാണ്. നമ്മുടെ വീട്ടിൽ നിങ്ങളുടെ കളിപ്പാട്ടങ്ങൾ മാത്രം വെക്കാനായി ഒരു കൊച്ചുമുറി തന്നെയുണ്ട്. ഈ വീട്ടിലും ഇവിടുത്തെ ഓരോരുത്തരുടെ ഓർമ്മകളിലും നിങ്ങൾ മായാതെ നിൽക്കുന്നുണ്ട്. അതുമാത്രമാണ് അമ്മയ്ക്കും അച്ഛനും ഇപ്പോഴും മുന്നോട്ടു പോകാനുള്ള മനോബലം. ആവന്തിക ചേച്ചിയും നൈസമോളുമെല്ലാം ഇപ്പോൾ ഇവിടെയാണ് താമസം. ആവന്തിക വീണ്ടും സ്കൂളിൽ പോയി തുടങ്ങി. നിങ്ങൾ ഒന്നിച്ചു പോയിരുന്നത് പോലെ അവരിപ്പോഴും എല്ലാവരോടും യാത്ര പറയാതെ പോകാറില്ല. നൈസമോളാകട്ടെ നിറയെ കഥകളും പാട്ടുകളുമായി ഓടി നടക്കുകയാണ്. രാജാവ് അവിടെ മുട്ട കണ്ട് ഓടി ചെന്ന് എടുത്തു. വേഗം പൊട്ടിയപ്പോൾ അതിലൊരു കിളി ഉണ്ടായിരുന്നു. കിളി ആ വേഗം തുറന്നിട്ട് ഒരു വീട്ടിൽ കൊണ്ടുപോയിച്ച് അതിങ്ങനെ വെച്ച് നോക്കിയപ്പോൾ ആ കുഞ്ഞിക്കൊന്നും പറ്റിയിട്ടില്ല. കണ്ണെത്താ ദൂരത്ത് പരന്നുകിടക്കുന്ന 100 കണക്കിന് വീടുകളാണ് ഇവിടെയുള്ളത്. ഓരോ ഇടങ്ങളിലും പൂന്തോട്ടങ്ങളും വിശ്രമിക്കാൻ ചാരുകസേരകളും കുട്ടികളുടെ കളിസ്ഥലങ്ങളും ഒക്കെയുണ്ട്. ഓരോ വീടുകളുടെയും മുന്നിൽ പൂക്കളും വിരിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. പ്രകൃതി ഭംഗിയുള്ള ഇടങ്ങളും ഒരുപാട് മനുഷ്യരുടെ ഓർമ്മകളും ചേർന്ന് അതിലും ഭംഗിയായി തീർന്ന ഇടം. ഇവിടുത്തെ പ്രഭാതങ്ങളും സായാഹ്നങ്ങളും ഞങ്ങൾക്കും ഏറെ പുതുമയുള്ളതാണ്. ഓരോ ദിവസവും ഞങ്ങളും പുതിയ പ്രതീക്ഷകൾ കാണുകയാണ്. നിങ്ങളെക്കുറിച്ചുള്ള തീരാവേദനകൾക്കിടയിലും ഒറ്റയ്ക്കല്ലെന്ന, ചേർന്നു നിൽക്കാൻ ഒരേ വേദന പങ്കിടുന്നവരുണ്ടെന്ന തോന്നലാണിപ്പോൾ. ഇവർക്കെല്ലാവർക്കുമൊപ്പം പുതിയ ജീവിതം കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് ഞങ്ങൾ. ന്യൂസ് മലയാളം, വയനാട്.